യാത്ര ചെയ്യുന്ന സമയത്ത് ഛർദിൽ ഉണ്ടാവുന്ന ധാരാളം വ്യക്തികളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പരിഹാര മാർഗ്ഗം പറഞ്ഞു തരട്ടെ. ഇതെന്തുകൊണ്ടാണ് ആദ്യം ഉണ്ടാകുന്നതെന്ന് പറയാം. അതായത് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ കണ്ണ് എവിടെയെങ്കിലും സ്റ്റേഷനറി ആയിട്ടുള്ള അല്ലെങ്കിൽ അനങ്ങാത്തൊരു സ്ഥലത്തായിരിക്കും നമ്മൾ നോക്കുന്നത്. പക്ഷെ നമ്മുടെ ചെവിക്കറിയാം അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനറിയാം നമ്മൾ വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രെയിനിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത് കാരണമാണ് ഛർദിലുണ്ടാകുന്നത്. അപ്പോൾ ഇതെങ്ങനെ അവോയ്ഡ് ചെയ്യാം? നമുക്ക് ഒന്നാമതായിട്ട് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മുടെ കണ്ണ് എപ്പോഴും നോക്കേണ്ടത് സ്ട്രെയിറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കരുത്, അല്ലെങ്കിൽ ബുക്ക് വായിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഛർദ്ദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതൊക്കെ ശ്രമിച്ചതിന് ശേഷവും ഛർദ്ദിലുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം പ്രോമെത്താസിൻ അല്ലെങ്കിൽ മെക്ലിസിൻ എന്നൊക്കെ പറഞ്ഞ് മരുന്നുകൾ യാത്രയ്ക്ക് അരമണിക്കൂർ മുമ്പ് കഴിച്ചു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റും. സ്കോപ്പലമിൻ പോലുള്ള മരുന്നുകളുണ്ട്. അത് ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം ഒരു സ്റ്റിക്കറാണ്, ചെവിയുടെ പുറകുവശത്ത് ഒട്ടിക്കുന്ന ഒരു സ്റ്റിക്കറാണ്. അത് ഒട്ടിച്ചു കഴിഞ്ഞാലും നമുക്ക് ഛർദ്ദിൽ തടയാനായിട്ട് പറ്റും. ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള ആൻറ്റി മോഷൻ സിക്നസ്സിനുള്ള മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് യാത്രകൾ സുഗമമാക്കാനായിട്ട് പറ്റും.